എന്തായിരുന്നാലും ഈ 5 വർഷം വയറ്റിൽ കത്രികയുമായി ജീവിച്ച പുന്നപ്ര സ്വദേശിനിയായ ഉഷ ജോസഫിൻ്റെ ശസ്ത്രക്രിയ ഇന്ന് വിജയകരമായി ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഡോക്ടർമാരുടെ അനാസ്ഥയെ തുടർന്ന് 5 വർഷമായി വയറ്റിൽ ഈ കത്രികയും കൊണ്ട് പെടാപ്പാട് പെടുകയാണ് ഉഷ. കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ വെച്ച് ഉച്ചയോടെ നടന്ന ശസ്ത്രക്രിയയിലാണ് വയറ്റിലുണ്ടായിരുന്ന ആർട്ടറി ഫോർസെപ്സ് എന്ന് അറിയപ്പെടുന്ന ഈ കത്രിക, ഒരു പ്രത്യേക തരത്തിലുള്ള കത്രിക പുറത്തെടുത്തത്. ഇത് പുറത്തെടുത്തപ്പോൾ തന്നെ ഞെട്ടലായിരുന്നു ഉണ്ടായത്. അതിൻ്റെ ചിത്രങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വരുന്നു. ഫോർസെപ്സിൻ്റെ അഗ്രഭാഗം വളഞ്ഞിരിക്കുന്ന തരത്തിലാണ്. ആ അഗ്രഭാഗം ഒടിഞ്ഞ് 2ആയി മാറി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് തന്നെ കത്രിക അമ്പലപ്പുഴ ഡിവൈഎസ്പിക്ക് കൈമാറുകയും ചെയ്തു. കേസ് നിലവിലുള്ളതിനാൽ ഈ കത്രികയാണ് തൊണ്ടി മുതൽ, കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുതൽ. അതീവ ജാഗ്രതയോടെ ആയിരുന്നു ഈ നടപടി സ്വീകരിച്ചത്. വയറ്റിൽ കുടുങ്ങിയ കത്രിക പുറത്തെടുക്കാൻ വേണ്ടി കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ ഉഷയെ നേരത്തെ അഡ്മിറ്റ് ചെയ്തിരുന്നു. ഇന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. സംഭവത്തിൽ പോലീസ് കേസ് എടുത്തത് കൊണ്ട് തന്നെ 2 സർക്കാർ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ ശസ്ത്രക്രിയ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയത്. കളമശ്ശേരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ 2 ഡോക്ടർമാരാണ് ഈ സമയത്ത് കൂടെ ഉണ്ടായിരുന്നത്. വയറ്റിൽ നിന്നും പുറത്തെടുത്ത കത്രിക ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത കേസിലെ തൊണ്ടി മുതലായതുകൊണ്ട് തന്നെ കേസ് അന്വേഷിക്കുന്ന ഡിവൈഎസ്പിക്ക് ഉടനെ കൈമാറി. വരും ദിവസങ്ങളിൽ ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം കേസ് കൂടുതൽ ബലപ്പെടുത്തും. ആലപ്പുഴ വണ്ടാനം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഗർഭാശയ മുഴ നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയ കഴിഞ്ഞ് 5 വർഷം പിന്നിടുന്നു. എന്നാൽ ഈ 5 വർഷത്തിനിടയിലും ഉഷയ്ക്ക് കടുത്ത ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിരുന്നു. പിന്നീട് ഏറ്റവും ഒടുവിൽ ഒരു എക്സ്റേ നടത്തിയപ്പോഴാണ് ഇത്രയും കാലം ഒരു കത്രികയും പേറിയാണ് താൻ നടന്നിരുന്നതെന്ന് ഉഷയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന പ്രത്യേക തരത്തിലുള്ള അഗ്രഭാഗം വളഞ്ഞിരിക്കുന്ന തരത്തിലുള്ള ആർട്ടറി ഫോർസെപ്സ് ആയിട്ടുള്ള കത്രികയാണ് ഉഷയുടെ വയറ്റിലുണ്ടായിരുന്നത്. അന്നു മുതൽ ഇന്ന് വരെ നിരന്തരമായി വയറുവേദനയും മൂത്രത്തിലൂടെ രക്തം വരുന്ന അവസ്ഥയും ഉഷയെ വേട്ടയാടി ബുദ്ധിമുട്ടിച്ചു. പല ആശുപത്രികളിലും ഇതിനുവേണ്ടി ചികിത്സ തേടി. പക്ഷേ എന്താണ് ഇതിനുള്ള കാരണമെന്നുള്ളത് ഡോക്ടർമാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. 2021 മെയ് മാസം 10-ാം തീയതി ആയിരുന്നു ശസ്ത്രക്രിയ നടത്തിയത്. പിന്നീട് അങ്ങോട്ടായിരുന്നു നിരന്തരമായി വയറുവേദനയും മൂത്രത്തിൽ രക്തവും കണ്ടത്. പരിശോധനകൾ പലത് നടത്തിയെങ്കിൽ പോലും കാരണം കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ ഏറെ ബുദ്ധിമുട്ടിയിരുന്നു ഉഷ. ഏറ്റവും ഒടുവിൽ ബുധനാഴ്ച ആലപ്പുഴയിലെ യൂറോളജി വിദഗ്ധന്റെ നിർദ്ദേശം അനുസരിച്ച് എക്സ്റേ എടുത്തു നോക്കി. എക്സ്റേ എടുത്തപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ സംഭവം ഉഷയ്ക്ക് തന്നെ മനസ്സിലായത്. തൻ്റെ വയറ്റിൽ ഒരു കത്രിക. തുടർന്ന് വ്യാഴാഴ്ച രാവിലെ തന്നെ ഇവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി ഒരു ഡോക്ടറെ കണ്ടു. എന്നാൽ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് തന്നെ ഈ വിവരം ഒളിപ്പിക്കാനുള്ള ശ്രമം നടന്നു. വിവരം ഒരു കാരണവശാലും പുറത്ത് പറയരുതെന്ന് അവർ പറഞ്ഞെന്നാണ് ഉഷയുടെ ബന്ധുക്കൾ ഇപ്പോൾ ആരോപിക്കുന്നത്. വീഴ്ച എന്തായിരുന്നാലും സംഭവിച്ചതാണ്. അത് ഒളിപ്പിക്കാൻ കൂടി ശ്രമിച്ച ഡോക്ടർമാരെ തന്നെയാണ് ഇക്കൂട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സംഗതി എന്തായിരുന്നാലും മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റി വിവാദമായി. ആരോഗ്യവകുപ്പാകട്ടെ രക്ഷിക്കാൻ തുനിഞ്ഞിറങ്ങിയെങ്കിൽ പോലും ഒടുവിൽ വീഴ്ച സമ്മതിക്കേണ്ടി വന്നു. കോവിഡിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ സംഭവിച്ച വീഴ്ച. പഴിയാർക്ക്? കോവിഡിന്. ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഗൈനക്കോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ ജെ ഷാഹിദ, നേഴ്സ് PS ധന്യ എന്നിവരെ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ സർവീസിൽ നിന്നും താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ ഷാഹിദ തിരുവനന്തപുരം SITയിൽ അസോസിയേറ്റ് പ്രൊഫസറാണ്. ഗൈനക്കോളജി വിഭാഗം മേധാവിയായിരുന്ന ഡോക്ടർ ലളിതാംബിക വിരമിച്ചതുകൊണ്ട് ഇനി അവർക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ലളിതാംബികയും നേഴ്സും ചേർന്നാണ് ശസ്ത്രക്രിയ നടത്തിയതെന്ന് ആരോപിച്ചുകൊണ്ട് ഉഷയുടെ ഭർത്താവ് അമ്പലപ്പുഴ CIക്ക് പരാതിയും കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ ഷാഹിദയുടെ നേതൃത്വത്തിലുള്ള 9-അംഗ സംഘമായിരുന്നു 2021 ഉഷയ്ക്ക് ഈ ശസ്ത്രക്രിയ നടത്തിയത്. സീനിയർ റെസിഡന്റും PG ഡോക്ടറും അനസ്തേഷ്യ വിഭാഗത്തിലെ 3 ഡോക്ടർമാരും 3 നേഴ്സുമാരുമായിരുന്നു ഒപ്പം. ശസ്ത്രക്രിയയ്ക്ക് മുൻപും ശേഷവും മുഴുവൻ ഉപകരണങ്ങളും പരിശോധിച്ച് തിട്ടപ്പെടുത്തുക ഇതൊരു സ്വാഭാവിക പ്രക്രിയയാണ്. എന്നാൽ ആ പരിശോധനയിൽ ചികിത്സാ രേഖകളിൽ എല്ലാ ഉപകരണങ്ങളും ഉണ്ടെന്ന് എഴുതി ചേർക്കുകയും ചെയ്തു. ഒരുപക്ഷെ അതെങ്കിലും ശരിയായ രീതിയിൽ തൊഴിൽ നോക്കിയിരുന്നെങ്കിൽ അന്നേ അത് കണ്ടെത്താമായിരുന്നു. ഇത്രയും ഗുരുതരമാകില്ലായിരുന്നു വിഷയം. അതിൽ വീഴ്ച പറ്റിയെന്ന കാര്യത്തിൽ സംശയമില്ല. ആരോഗ്യവകുപ്പിനെതിരെ കടുത്ത പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ പലയിടത്തും നമുക്ക് കാണാൻ കഴിയുന്നത്. കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആരോഗ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും ഈ അനാസ്ഥയ്ക്കെതിരെയും രംഗത്തെത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ആവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള ചികിത്സാ പിഴവുകളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധം നമ്മളേവരും കണ്ടത്. ഒരു കുഞ്ഞിൻ്റെ കൈ നഷ്ടപ്പെട്ടതും ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു ഗർഭിണിയായ യുവതിയുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവവും, അങ്ങനെ നിരവധി വിഷയങ്ങൾ നമുക്ക് മുന്നിലേക്ക് എത്തുന്നു. എണ്ണിയാൽ ഒടുങ്ങാത്ത പിഴവുകൾ, അനാസ്ഥ. ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഗുരുതര വീഴ്ചയെ എന്തുകൊണ്ട് ആരോഗ്യമന്ത്രി ഗൗരവകരമായി നോക്കി കാണുന്നില്ല?
മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം തന്നെയാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. 2021 ജൂൺ മുതൽ 2025 നവംബർ വരെയുള്ള കണക്കനുസരിച്ച് 43 തവണയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ചികിത്സാ പിഴവുകളിൽ റിപ്പോർട്ട് തേടിയിട്ടുള്ളത്. ഈ പറയുന്ന 4 വർഷത്തിനിടയിൽ 40-ലധികം തവണ. ശരാശരി പരിശോധിച്ചാൽ മാസത്തിൽ ഒരു പിഴവെങ്കിലും സംഭവിച്ചതിൽ റിപ്പോർട്ട് തേടാൻ മന്ത്രി ശ്രമിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത, ഇനിയും ഉഷയെപ്പോലെ കണ്ടെത്താൻ കഴിയാത്ത പിഴവുകൾ എവിടെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇനി അടുത്ത ദിവസങ്ങളിൽ അറിയാം. ഈ റിപ്പോർട്ടുകൾക്ക് ശേഷമുള്ള നടപടികൾ പരിശോധിച്ചാൽ അതുമേറെ വേദനിപ്പിക്കുന്നതാണ്. പ്രധാനപ്പെട്ട 19 പരാതികളിൽ 10 എണ്ണത്തിന് മാത്രമാണ് റിപ്പോർട്ട് കിട്ടിയത്. ആകെ നടപടി നേരിട്ടത് കേവലം 37 ജീവനക്കാരും. ആകെ പരാതികളുടെ അത്രയും എണ്ണം പോലും ജീവനക്കാർ ഇതിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് സാരം. മെഡിക്കൽ കോളേജുകളിലെ 25 പരാതിയിൽ 23 റിപ്പോർട്ട് സമർപ്പിച്ചു. പക്ഷേ നടപടിയെടുത്തത് വെറും 4 ഡോക്ടർമാർക്കും 3 സ്റ്റാഫ് നഴ്സുമാർക്കുമെതിരെ മാത്രം. ചികിത്സാ പിഴവ് പരാതി കുമിഞ്ഞുകൂടുമ്പോഴും കിട്ടിയ ആകെ പരാതിയുടെ കണക്കും സ്വീകരിച്ച നടപടികളുമൊക്കെ തന്നെ ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ല എന്നാണ് ആരോഗ്യവകുപ്പ് തുറന്നു പറയുന്നത്. തുടർ ചികിത്സയിലും സഹായധനത്തിലും ഒന്നും തന്നെ കണക്ക് ഇതുവരെയും തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ആരോഗ്യമന്ത്രിയുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ കണ്ണിൽ പൊടിയിടാനുള്ള റിപ്പോർട്ട് തേടൽ. എന്ത് പരാതി ഉയർന്നാലും റിപ്പോർട്ട് ആവശ്യപ്പെടും, അതിനുശേഷം നടപടി സ്വീകരിക്കുമെന്ന ഗിമ്മിക്ക്. എന്നാൽ റിപ്പോർട്ട് തേടുക എന്നതല്ലാതെ ആ പരാജയപ്പെട്ട് കിടക്കുന്ന, ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്ത സിസ്റ്റത്തെ നന്നാക്കാനൊന്നും തന്നെ ആരോഗ്യമന്ത്രി തേടുന്നില്ല എന്നാണ് ആക്ഷേപം. ഇതിനിടയിൽ തന്നെ നമുക്കറിയാവുന്ന ഒരു വിഷയമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ ഹൃദയരോഗിയും SITയിൽ അണുബാധയെ തുടർന്നൊരു യുവതിയും മരണപ്പെട്ട വാർത്ത. ഈ അടുത്തായിരുന്നു അതേക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. യുവതിയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ സംഭവം അതും നമുക്കറിയാവുന്നതാണ്. ഇതിലൊന്നും ഇതുവരെ ഈ നടപടി സ്വീകരിച്ചിട്ടില്ല. വിളപ്പിൽശാലയിൽ ഒരു ബിസ്മീർ മരണപ്പെട്ടതും നെടുമങ്ങാട് സിസേറിയന് പിന്നാലെ കുഞ്ഞു മരിച്ചതും വയനാട് പ്രസവം കഴിഞ്ഞ യുവതിയുടെ വയറ്റിൽ പഞ്ഞി മറന്നു വെച്ചതുമൊക്കെ തന്നെ ഈ അടുത്ത് നമ്മൾ വായിച്ചു മറന്ന വാർത്തകളായിരുന്നു. അതിൻ്റെയും റിപ്പോർട്ട് തേടുകയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി നടത്തിയിരിക്കുന്നത്. എന്തായിരുന്നാലും 2026 വരെയുള്ള കണക്ക് പരിശോധിച്ചാൽ, ഈ ആരോഗ്യമന്ത്രിയുടെ കാലയളവിലുള്ള റിപ്പോർട്ട് തേടൽ പരിശോധിച്ചാൽ 50 പിന്നീട് വന്ന കാര്യത്തിൽ സംശയമില്ല. ഈ കണക്കുകളൊക്കെ തന്നെ പറയുമ്പോൾ 50-നപ്പുറം പോയിരിക്കുന്നു. സംസ്ഥാനത്തെ പല ആശുപത്രികളിലും അനാസ്ഥ ഇങ്ങനെ നീണ്ടു പൊക്കോണ്ടിരിക്കുകയാണ്. പലതും പരാതിയാകുന്നില്ല എന്ന് മാത്രം, പലതും പല രീതിയിലും പുറത്തു വരാതെയും ചിലതൊക്കെ തന്നെ പരിഹരിച്ചു വിടുന്നതുമായിട്ടുള്ള സംഭവങ്ങൾ. 2017 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന പ്രസവ ശസ്ത്രക്രിയയ്ക്കിടയിൽ കോഴിക്കോട് താമരശ്ശേരി സ്വദേശിനി ഹർഷീനിയുടെ വയറ്റിൽ ആർട്ടറി ഫോർസെപ്സ് എന്ന കത്രിക മറച്ചുവെച്ച സംഭവം. 5 വർഷത്തിന് ശേഷം വയറ്റിനുള്ളിലെ കത്രികയാണ് ഈ ബുദ്ധിമുട്ടിന് കാരണമെന്ന് കണ്ടെത്തി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വരെ പരാതിയുമായി എത്തിയിട്ട് പോലും ഇതുവരെയും അതിൽ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. തിരുവനന്തപുരം ജില്ലാ ആശുപത്രിയിൽ 2023 മാർച്ചിൽ നടത്തിയ ശസ്ത്രക്രിയയിൽ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ കാട്ടാക്കട സ്വദേശിനിയായിട്ടുള്ള സുമയ ആരോഗ്യവകുപ്പിനെതിരെ നടപടി സ്വീകരിച്ച് രംഗത്ത് വന്നെങ്കിൽ പോലും അതിലും നിർവാഹമുണ്ടായില്ല. കീഹോൾ വഴി ഗൈഡ് വയർ നീക്കം ചെയ്യാനുള്ള ശ്രമം നടത്തിയെങ്കിലും അത് പരാജയപ്പെട്ടു. ഇനി അതുമായി തന്നെയാണ് മുന്നോട്ടുള്ള ജീവിതം. ഗൈഡ് വയർ എടുത്ത് കളയേണ്ടതില്ല, എടുത്ത് കളഞ്ഞില്ലെങ്കിലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്.